അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ. ആരുടെ കഥയാണെന്നറിയോ? ഡോറയുടെയും ബുജിയുടെയും കഥയല്ലോ. പിന്നെ ആരുടെ കഥയാ? നമ്മുടെ മുത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥ. കഥയുടെ പേര് ഒരു പെരുന്നാൾ സമ്മാനം. ഒരു പെരുന്നാൾ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ നിസ്കാരത്തിനായി പുറപ്പെട്ടു. വഴിമധ്യേ ഏതാനും കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. കൂട്ടത്തിൽ ഒരു കുട്ടി മാത്രം മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. നബി ചോദിച്ചു, മോനെ മോനെ, നിനക്ക് എന്തു പറ്റി? നീ കളിക്കുന്നില്ലേ? പ്രവാചകന്റെ കൂടെയുള്ള യുദ്ധത്തിൽ എൻ്റെ ഉപ്പ മരണപ്പെട്ടു. ശേഷം എൻ്റെ ഉമ്മ വേറൊരാളിനെ വിവാഹം കഴിച്ചു. ഞാൻ ഒറ്റപ്പെട്ടു. എനിക്ക് പുത്തനുടുപ്പ് മേടിച്ചു തരാൻ ആരുമില്ല. അത് കേട്ട നബി തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടേ. പ്രിയ പത്നി ആയിഷ ബീവി റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഇന്ന് നിനക്കൊരു പെരുന്നാൾ സമ്മാനം. ഈ കുട്ടിയെ കുളിപ്പിച്ചിട്ട് പുത്തനുടുപ്പിട്ട് ഹത്തം പൂശി എൻ്റെ കൂടെ പള്ളിയിലേക്ക് അയക്കണം. നബി പറഞ്ഞതുപോലെ ആ കുട്ടിയെ കുളിപ്പിച്ചിട്ട് പുത്തനുടുപ്പിട്ട് അത്തറും പൂശി നബിയുടെ കൂടെ പള്ളിയിലേക്ക് അയച്ചു. പോകുന്ന വഴി കുട്ടി നബിയോട് ചോദിച്ചു, നബിയെ നബിയെ, അവർക്ക് അവരുടെ ഉപ്പമാരെ കൂടെയല്ലേ പള്ളിയിലേക്ക് പോകുന്നത്? നിന്റെ ഉപ്പയോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? നീ ഒരു കാര്യം പറ, ഞാൻ ആ മിമ്പറും വേണ്ട. ആ മിമ്പറുമല്ല നിന്റെ ഉപ്പ പറഞ്ഞോ? ആ കുട്ടിക്ക് സന്തോഷം വന്നപ്പോ തുള്ളിച്ചാടി. കൂട്ടുകാരി, ഈ കഥയിൽ നിന്ന് എന്ത് മനസ്സിലായി? അനാഥ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ ലാളിക്കരുത്, അതവർക്ക് വിഷമമാവും. അസ്സലാമു അലൈക്കും.